ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 2 കൊരിന്ത്യർ 13 5 വാക്യം നമുക്ക് വായിക്കാം. 2 Corinthians chapter 13 verse 5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ച് നമ്മുടെ തലകളെ അവിടുത്തെ പരിശുദ്ധ സന്നിധിയിൽ താഴ്ത്തി അധികം കൃപയ്ക്കായി ഇന്നത്തെ രാത്രി നമുക്ക് അപേക്ഷിക്കാം. മഹത്വമുള്ള പരിശുദ്ധ പിതാവേ, വീണ്ടും ഒരു സമയം അങ്ങയുടെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് ദൈവസഭയായി തിരുസന്നിധിയിലായിരിക്കാൻ തന്നിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ആരാധന സ്വീകരിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യവും മഹത്വവും അവിടുത്തെ ജനമാകുന്ന ഞങ്ങളുടെ മധ്യത്തിരങ്ങ് തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കേൾപ്പിച്ച ഈ പരിശുദ്ധ വചനത്തെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് താഴ്ത്തി തരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങ് അറിയുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒരുപോലെ അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കർത്താവേ, ഇന്നത്തെ രാത്രി അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണമേ. അങ്ങയ്ക്ക് ഞങ്ങളെ സ്വീകരിപ്പാൻ തക്കവണ്ണം, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ നാമത്തിന് സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം, തടസ്സമായി ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്താത്ത അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും ഞങ്ങളിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്നത്തെ രാത്രി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാലടി ഞങ്ങൾക്ക് തരിക മാത്രമല്ല, നാഥ തിരുഹിത പ്രകാരം ഇന്നത്തെ രാത്രി ഞങ്ങളെ പണിതെടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അടിയങ്ങളെല്ലാവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി തരുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ അങ്ങ് മഹിമപ്പെടുത്തണം. അവിടുത്തെ വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അടിയനെയും അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനമാത് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചയച്ചാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോട് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സഹോദരങ്ങളോട് ഒരുമിച്ച് ഇന്നത്തെ രാത്രിയിൽ ദൈവസഭയുടെ മധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം അടിയനെയും കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഇന്നത്തെ രാത്രി കേട്ട ഈ വചനത്തെ ധ്യാനിക്കാമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ഒരു നിർദ്ദേശമാണിത്. ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. ആൻഡ് ത്രൂ ദി അപ്പോസ്റ്റൽ ഹോളി സ്പിരിറ്റ് ഈസ് ആസ്കിങ് ഈച്ച് ആൻഡ് എവറി ബിലീവർ ടു എക്സാമിൻ ഹിംസെൽഫ്. തന്നെ തന്നെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെയല്ല, സഭയെയല്ല, ശുശ്രൂഷ ചെയ്യുന്നവരെയല്ല, അപ്പുറത്തോ ഇപ്പുറത്തോ ഇരിക്കുന്നവരെയല്ല, അവരവർ ശോധന ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു നിർദ്ദേശം സഭയുടെ മുമ്പാകെ വയ്ക്കുക. സഹോദരങ്ങളെ, ദൈവവചനത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പല സഭകൾക്ക് എഴുതിയ ദൂതുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പല സഭകൾക്ക് എഴുതിയ എപ്പിസൽസ്, അപ്പോസ്തലിക ലേഖനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഓരോ സഭയെയും ഇന്ന് നാം ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ, ഒന്ന് പഠിക്കുവാൻ ശ്രമിച്ചാൽ, സമകാലികമായ കോണ്ടംപററി ആയിരിക്കുന്ന ഇന്നായിരിക്കുന്ന നമ്മുടെ സഭയോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സഭയുടെ പല സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഒരു പക്ഷേ ദൈവസഭയിൽ കാണുന്ന അനേക സ്വഭാവ വൈകൃതങ്ങളും ഈ പുസ്തകത്തിൽ, വിശുദ്ധ വചനത്തിൽ നാം കാണുന്ന സഭകളിലുണ്ട്. കൊരിന്ത്യ സഭയെക്കുറിച്ച് നോക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. ആൾബലം കൊണ്ടും അംഗബലം കൊണ്ടും
ശുശ്രൂഷകരുടെ വൈഭവം കൊണ്ടും മാത്രമല്ല, ദൈവസഭയിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷ നിലനിന്നിരുന്നു. കൃപയുടെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലം നിലനിന്നിരുന്നു. അതുമാത്രമല്ല, ശക്തരായ വിശ്വാസികൾ ദൈവസഭയുടെ മധ്യത്തിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, കാലാകാലഗതികളിൽ അല്ലെങ്കിൽ കാലക്രമത്തിൽ ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഭാവിയിൽ കർത്താവിന്റെ വരവ് വരെ ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട അനേക ദൂതുകൾ അല്ലെങ്കിൽ അനേക വചന മർമ്മങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളും ഈ സഭയ്ക്ക് എഴുതിയിരുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെയും മധ്യത്തിൽ വളരെ വേദനാജനകമാകുന്ന അനുഭവങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. വളരെയധികം ശക്തമായ ഭാഷയിൽ ദൈവസഭയിലുള്ള ചില വ്യക്തികൾ തർജ്ജനം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തലൻ ഈ രണ്ടാമത്തെ ലേഖനത്തിൽ ഈ വചനഭാഗം എഴുതുമ്പോൾ, രണ്ടാമത്തെ ലേഖനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, താൻ മൂന്നാമതൊരു പ്രാവശ്യം സഭയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഭാവിയിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു പരാമർശം അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലൻ പറയുന്നു, ഈ മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, ആ ഒരു പരാമർശം നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്റെ രണ്ടാമത്തെ വരവിന് ശേഷം രണ്ടാമത് അല്ലെങ്കിൽ ചില വർഷങ്ങൾ ഈ സഭയിൽ താൻ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ താൻ കഴിഞ്ഞിരുന്നു. സഭയുടേതായിട്ടുള്ള വളർച്ചയിൽ അല്ലെങ്കിൽ സഭയുടെ പണിയിൽ തൻ്റെതായ ആത്മീക നേതൃത്വം ഉണ്ടായിരുന്നു എന്ന് ഈ വചനഭാഗങ്ങളിലൊക്കെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തലൻ ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഒരു വലിയ സത്യമുണ്ട് ദൈവമക്കളെ. കർത്താവിൻ്റെ സഭയോട് അപ്പോസ്തലൻ ചോദിക്കുന്നില്ല, ഞാൻ കടന്നു വന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടു പിരിഞ്ഞതിന് ശേഷം മെമ്പേഴ്സ് കൂടിയോ, അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയ്ക്കകത്ത് നടക്കുന്നുണ്ടോ, ദേശത്തിൽ എത്ര പേരെ നേടുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിഞ്ഞു, അതല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യമായ സ്ഥിതി എന്തൊക്കെയാണ്, അവിടുന്ന് എന്തെങ്കിലും എതിർപ്പുകൾ അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുപാടുകളിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പുകൾ, പീഡനങ്ങൾ സഭ നേരിടുന്നുണ്ടോ, പുതിയ ശുശ്രൂഷകർ ആരെങ്കിലും സഭയുടെ മധ്യത്തിൽ എഴുന്നേറ്റോ? ഇതൊന്നുമല്ല അപ്പോസ്തലന്റെ വിഷയം. അപ്പോസ്തലൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെർച്ചിങ് ക്വസ്റ്റ്യൻ. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നിങ്ങൾ സഭയിലായിരിക്കുന്ന നിങ്ങൾ, ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം, ഫ്രം ദ ബിഗ് വൺ ടു ദ സ്മോൾ വൺ, വലിയവനിൽ നിന്ന് ചെറിയവനിലേക്ക് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സഭയിലുള്ള എല്ലാവരും ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, ശോധന ചെയ്യുവിൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ സ്പിരിച്വൽ വർത്ത് എന്താണെന്നറിയാമോ? ഇന്ന് കർത്താവ് നമ്മളെ നോക്കുമ്പോൾ ഇതുവരെ നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്തു എന്ന് അവകാശപ്പെടുന്നതൊന്നുമല്ല നമ്മുടെ ക്രെഡൻഷ്യലായിട്ട്, സ്പിരിച്വൽ ക്രെഡൻഷ്യലായി നമുക്ക് വേണ്ടി നിൽക്കുന്നത്. കർത്താവ് നോക്കുമ്പോൾ ഒന്ന് മാത്രമേ അവിടുത്തേക്ക് അറിയേണ്ടതായിട്ടുള്ളൂ, നിങ്ങൾ വിശ്വാസത്തിലാണോ നിൽക്കുന്നത്? പലപ്പോഴും വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ വിശ്വാസത്തിലല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ വിശ്വാസികളെന്ന് വിളിക്കുന്നതാണ്. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഐ ടെൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ, who tells we are believers if you don't believe? നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളാണെന്ന് ആരാ പറഞ്ഞത്? നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളാണെന്ന് ആരാണ് പറഞ്ഞത്? വിശ്വാസത്തിനൊരു മാനദണ്ഡമുണ്ട്. ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ, ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുമ്പോൾ, ദൈവവചനം നമ്മൾക്ക് വേണ്ടി നിഷ്കർഷിച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്, ചില പ്രമാണങ്ങളുണ്ട്. അടുത്ത വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ, ഇഫ് യു ആർ നോട്ട് റിപ്രബേറ്റ്സ്, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ഫെയിൽഡ് ദ ടെസ്റ്റ്. അങ്ങനെ വേറൊരു ട്രാൻസ്ലേഷനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രമാണങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആയിരിക്കേണ്ട അവസ്ഥകളിൽ നാം ഇന്നായിരിക്കുന്നു എങ്കിൽ എന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയായിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയായിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് വരച്ചിരിക്കുന്ന വരയിലാണോ ഞാൻ? കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇടത്ത് തന്നെയാണോ ഞാൻ നിൽക്കുന്നത്? കർത്താവ് പറഞ്ഞ പ്രകാരമുള്ള ഒരു വളർച്ച എൻ്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനവുമായി നോക്കുമ്പോൾ ദൈവവചനപ്രകാരമാണോ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ചില ആലോചനകളെ എനിക്ക് തരുമ്പോൾ ആ ആലോചനയുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ആ ആലോചനകൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ആത്മീയമായി എവിടെയായിരുന്നു? ഇപ്പോൾ ഞാൻ എവിടെയാണ്?
വിശ്വാസത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ഞാൻ എവിടെയായിരുന്നു? ഇത്രയും വർഷം പിന്തള്ളിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വർഷം ഞാൻ മുന്നോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ, ഞാൻ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ എന്നെ വിട്ട് കടന്നുപോയ വർഷങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഈ വചനം എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ഹല്ലേലൂയ. കർത്താവിന്റെ തലയോളം വളരുവാൻ തക്കവണ്ണം, കർത്താവിന്റെ രൂപത്തോട് അനുരൂപരായി തീരുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഇന്നലത്തേക്കാൾ ഇന്ന് ഞാൻ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ, അനുരൂപയായി തീരുവാൻ തക്കവണ്ണം കഴിഞ്ഞോ? ഒരു 2 വർഷം മുമ്പ് എന്നെ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്നെ പരിചയപ്പെട്ട ഒരു വ്യക്തി ഇന്ന് എന്നെ കണ്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്നിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കാണാൻ കഴിഞ്ഞോ? എൻ്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നോ? ഹല്ലേലൂയ. സഭയുടെ മധ്യത്തിൽ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇന്നലെ ശരിയെന്ന് തോന്നിയിരുന്ന ചിലത് ഇന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞോ? ഇന്നലെ അടുത്തിരുന്ന ദൈവസന്നിധിയിൽ നിന്ന് എന്നെ മാറ്റിക്കൊണ്ടിരുന്ന ചില സ്വഭാവങ്ങളെ വിട്ട് അതൊക്കെ തെറ്റായ വഴികളാണെന്ന് ഗ്രഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ച് പുതിയ ചില വഴിയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിഞ്ഞു. ഇതൊക്കെയാ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്നുള്ളതിൻ്റെ യാർഡ് സ്റ്റിക്സ്. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് അറിയണം എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നാം വായിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവിക താല്പര്യം എന്ന് പറയുന്നത്. ഇവിടെ കേൾക്കണമേ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ. ഏത്? ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ, ഇഫ് യു ആർ നോട്ട് റീപ്രൊബേറ്റ്സ്, അല്ലെങ്കിൽ ഇഫ് യു ഹാവിൻ ഫെയിൽഡ് ദ ടെസ്റ്റ്, ഈ ടെസ്റ്റിനകത്ത് നിങ്ങൾ തോറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുകയാണ് നിങ്ങൾ ഇതേ വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് വരികിൽ, യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. കർത്താവിന്റെ വിശുദ്ധ മന്ദിരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നു എന്നുള്ള ശ്രേഷ്ഠമേറിയ സത്യം നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എന്നെ കാണുന്നവർ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാകണം. കാരണം എന്നിൽ യേശു വസിക്കുന്നു, എന്നിൽ ക്രിസ്തു വസിക്കുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്ന ആശ്വാസ വാക്കുകൾ, കർത്താവ് സംസാരിക്കുന്ന സമാധാന വാക്കുകൾ, കർത്താവ് സംസാരിക്കുന്ന പ്രത്യാശയുടെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുവാനായിട്ട് ഇടയാകണം. പ്രൈസ് ഗാഡ്. അത് ആ വാക്യത്തിന്റെ അർത്ഥം. പ്രൈസ് ഗാഡ്. There is a standard set for us. നമുക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ദൈവം വെച്ചിട്ടുണ്ട്, ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി എന്ന പേരിൽ ഞാൻ വിളിക്കപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, എനിക്ക് കർത്താവ് എത്തുവാൻ തക്കവണ്ണം ഒരു ബെഞ്ച് മാർക്കുണ്ട്. എൻ്റെ ലക്ഷ്യം അതാണ്. അനുദിനം ഞാൻ ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്താ? ഹല്ലേലൂയ. ക്രിസ്തു എന്ന തലയോളം ആകുവാൻ തക്കവണ്ണമാ താൻ അധ്വാനിക്കുന്നതെന്ന്. ഹി ഈസ് പ്രസ്സിംഗ് ഓൺ ടു പെർഫെക്ഷൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തലയോളം ആകുക, എൻ്റെ തലയാകുന്ന ക്രിസ്തുവിനൊപ്പം ആകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ പൗലോസ് പറയുന്നത് ഞാൻ എങ്ങും എത്തിയിട്ടില്ല, പിടിക്കാമെന്ന് കരുതി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ഗാഡ്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ആ ലെവലിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇന്നത്തെ രാത്രി ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. എല്ലാ ബന്ധങ്ങളും വിശ്വാസത്തിലാണ് ഉറച്ചിരിക്കുന്നത്, അല്ലേ? ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് കടന്നു ചെന്നാൽ അവിടെ വിശ്വാസം പ്രഥമമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം നിലനിൽക്കത്തിൽ ഒരിക്കലും. പ്രൈസ് ഗോഡ്. അപ്പനും അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസമുണ്ട്. അപ്പൻ പറയുന്നത് മക്കൾ അനുസരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ മക്കൾക്ക് അപ്പനിലൊരു വിശ്വാസമുണ്ട്. അമ്മ പറയുന്ന കാര്യങ്ങൾ മകൾ അനുസരിക്കുന്നു എന്ന് തോന്നുന്നു, അനുസരിക്കുന്നു എങ്കിൽ അതിന്റെ പിന്നില് ഈ വിശ്വാസം എന്നുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് വിശ്വാസമുള്ളവരെ ഇല്ലാത്തവരെ നമ്മൾ അനുസരിക്കാറില്ല. നമ്മൾ വിശ്വാസമില്ലാത്തവരുടെ അടുക്കൽ നമ്മൾ സമയം ചെലവഴിക്കാറില്ല. വിശ്വാസം നമുക്കില്ല എങ്കിൽ ആ വ്യക്തിയോട് കൂടെ അടുക്കാതെ അകന്നു നിൽക്കും. എല്ലാം വിശ്വാസമാണ്. പ്രൈസ് ഗോഡ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ വിശ്വാസം എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് പിസ്റ്റീസ് അല്ലെങ്കിൽ പിസ്റ്റോസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, clinging on to, be attached to, putting 100% effort into knowing something. Praise God. Hallelujah. ഇതൊക്കെയാണ് ഇതിന്റെ മൂലഭാഷയിലെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പറ്റിച്ചേർന്നിരിക്കുക, പൂർണ്ണമായി ആശ്രയിക്കുക, വളരെ ക്ലാരിറ്റിയോടുകൂടി വ്യക്തതയോടുകൂടി
ഒരു കാര്യം ഉറപ്പായി വിശ്വസിക്കുക. പ്രൈസ് ഗോഡ്. നമുക്കറിയാം കർത്താവിൻ്റെ വചനത്തിൽ വിശ്വാസത്തിന് തന്നിരിക്കുന്ന നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം കാണുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകും, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. നമ്മൾ എന്താണ് ആശിക്കുന്നത്? നമ്മൾ ആശിക്കുന്നത് നമ്മൾ കർത്താവിനെ പോലെ ആകുമെന്ന്. നമ്മൾ ആശിക്കുന്നത് കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുമെന്ന്. നമ്മൾ ആശിക്കുന്നത് നമ്മുടെ നിത്യത കർത്താവിനോടുകൂടെ കഴിയുമെന്ന്. നമ്മൾ ആശിക്കുന്നത് കർത്താവിനോടുകൂടെ ഞാൻ അനന്തയുഗം വസിക്കുമെന്ന്. ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, അതുപോലെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. സെർട്ടനിറ്റി ഓഫ് തിങ്സ് വിച്ച് വി ഹാവൻറ്റ് സീൻ യെറ്റ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അത് ഉണ്ട് എന്നുള്ള നിശ്ചയം. പ്രൈസ് ഗോഡ്. സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, കർത്താവിനെ നമ്മുടെ ഭൗതിക കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗത്തിലെ സിംഹാസനത്തെ നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗത്തിലെ വിശുദ്ധന്മാരോടുകൂടെ നമ്മൾ നിൽക്കും എന്നുള്ളത് ദൈവവചനത്തിൽ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗസന്നിധിയിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിനൊരു സിംഹാസനമുണ്ടെന്നും അവിടെ ദൂതന്മാർ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇതൊന്നും അപ്പം ദൈവവചനത്തിൽ വായിച്ചിട്ടുള്ളതല്ലാതെ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വ്യക്തമായും അത് ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളല്ല. കേട്ടാൽ പോരാ, നമ്മളത് വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസമെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കുമോ? അല്ല. പ്രൈസ് ഗോഡ്. ഈ ദിവസം ഹല്ലേലൂയ, ഇന്നത്തെ രാത്രി നമ്മൾ ഉറങ്ങുമെന്നോ, ഇന്നത്തെ രാത്രി ഉറങ്ങി പ്രഭാതത്തിൽ എണീൽക്കുമെന്നോ നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് ഉറപ്പുള്ള കാര്യം എന്താണ്? നമ്മൾ മരിക്കുന്ന നിമിഷം ഹല്ലേലൂയ നമ്മുടെ കർത്താവിനോടുകൂടെ ചേരുമെന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഈ നിമിഷം സംഭവിച്ചാൽ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുമ്പോൾ ഞാൻ ആ സഭയോടുകൂടി എടുക്കപ്പെടും. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ പൂർണ്ണമായി നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീക്ഷ്ണത ഉണ്ടാകും. കാരണം കർത്താവെ, ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്ന സമയത്ത് എടുക്കപ്പെടാതിരിക്കത്തക്കവണ്ണമുള്ളത് എന്തെങ്കിലും എന്നിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതെനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലായോ സഹോദരങ്ങളെ? ഈ വചനം പൂർണ്ണ നിശ്ചയമായി നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവെന്തെന്നറിയാമോ? ഈ വചനത്തിൽ ഉടനീളം നമ്മൾ നോക്കും, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും അനുസരിക്കുവാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടോ എന്ന്. ഹല്ലേലൂയ. ആശിക്കുന്നതിന്റെ ഉറപ്പാണ് വിശ്വാസമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ ആശിക്കേണ്ടത് എന്തെന്ന് ഈ വചനത്തിൽ ഉടനീളം എഴുതിയിരിക്കുമ്പോൾ, ആ വചനമൊക്കെ ഞാൻ കേൾക്കുമ്പോൾ, ആ വചനമൊക്കെ ഞാൻ ധ്യാനിക്കുമ്പോൾ, ആ വചനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിനകത്ത് ശ്രദ്ധിക്കുകയാണ്, കർത്താവേ ഇതൊക്കെ സത്യമാണല്ലോ അപ്പച്ച. ഹല്ലേലൂയ. എന്നാൽ ഈ വചനപ്രകാരം എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടോ? ഇതാ ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോഴുള്ളത് ലക്ഷണം. സഹോദരങ്ങളെ, ദൈവവചനത്തിൽ 1-2 ഭാഗങ്ങളിലേക്കൊന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് 2 പാർട്ടായിട്ട് ഈ വചനം ശുശ്രൂഷിപ്പാനായിട്ട്, ഈ വിഷയം ശുശ്രൂഷിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വിശ്വാസത്തിന്റെ ഈ ഉറപ്പ് അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് കാണിക്കുന്നതാണ് ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിൽ ഹല്ലേലൂയ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ശിഷ്യന്മാർ അടുത്ത് വന്നിട്ട് പറയുന്നു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇൻക്രീസ് അവർ ഫെയ്ത്ത്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വീണ്ടും വണ്ണമുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. വീണ്ടും വണ്ണമുള്ള വിശ്വാസം കർത്താവിലില്ല, കർത്താവ് പറയുന്ന കാര്യങ്ങളിലില്ല, പ്രാർത്ഥനയിലില്ല, നിത്യതയിലേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലില്ല, മരണശേഷമുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വീണ്ടും വണ്ണം വിശ്വാസമില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ വ്യക്തമല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ? നമ്മൾ ഏതിനാ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്? ആത്മീയ ജീവിതത്തിനാണോ ഭൗതിക ജീവിതത്തിനാണോ? ഇന്ന് നമുക്ക് ലഭിച്ച ഈ കഴിഞ്ഞ 24 മണിക്കൂർ എടുത്തു നോക്കിയേ. 24 മണിക്കൂറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ഭൗതിക വിഷയത്തിനു വേണ്ടിയായിരുന്നോ ആത്മീക വിഷയത്തിനു വേണ്ടിയാണോ?
ജോലിക്ക് പോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല, ഭൗതികമായ പല വിഷയങ്ങളിലും നമുക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ നമ്മൾ സമയം മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്തിനു വേണ്ടിയാ? ഞാനൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയട്ടെ സഹോദരങ്ങളെ. നമ്മുടെ പ്രാധാന്യവും അപ്രധാന്യവും തമ്മിലുള്ള വിഷയവും നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ഭവനത്തിൽ സുഖമില്ലാതെ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഡ്യൂട്ടിയിൽ ഓഫ് എടുക്കാൻ പറ്റത്തില്ലെന്നൊന്ന് കരുതിക്കോ. ഹല്ലേലൂയ, സുഖമില്ലാത്ത കുഞ്ഞിനെ വീട്ടിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട്, ഒന്നുകിൽ പിതാവിനെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ മൂത്ത കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് ഈ അമ്മ രാവിലെ ജോലിക്ക് ഓടുകയാണെന്ന് വെച്ചോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഭൗതികമായിട്ട് അവൾ എവിടെയാ? ഭൗതികമായിട്ട് ജോലി സ്ഥലത്താ, ജോലി ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവളുടെ ഹൃദയം എവിടെയാ? ഭൗതികമായിട്ട് അവൾ അവിടെയാണ്, പക്ഷേ ആത്മീകമായിട്ട് മാനസികമായിട്ട് അവൾ എവിടെയാണ്? കുഞ്ഞിന്റെ അടുക്കല. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫെയ്ത്ത് ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലവ്. ഇതാണ് സ്നേഹം, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ വളരുകയാണെങ്കിൽ, സ്വർഗത്തിലുള്ളത് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ഹൃദയം എപ്പോഴും അവിടെയായിരിക്കും, ഭൗതികമായി ഞാൻ ഇവിടെയാണെങ്കിൽ തന്നെയും. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. അപ്പോസ്തലനായ പൗലോസ് സഭയോട് ചോദിക്കുക, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഹല്ലേലൂയ, if you have failed the test you would never ever reach there. ഹല്ലേലൂയ, ദൈവവചനത്തിൽ ചില ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നവൻ ആരാണെന്നറിയാമോ? അവനെയാണ് വിശ്വാസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി പറയുകയാണ്, ഞാൻ കർത്താവിനെ അറിയുന്നുണ്ട്, പക്ഷേ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ലെങ്കിൽ. കർത്താവിൻ്റെ കൽപ്പനകൾ എത്ര വലിയ എത്ര ശ്രേഷ്ഠമേറിയ കൽപ്പനകളാണ്. ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ തന്നെ 1057ഓളം കൽപ്പനകളുണ്ട്. പഴയ നിയമത്തിൽ 613ഓളം കൽപ്പനകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പെന്തിക്കോസുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരേ ഒരു കൽപ്പനയെ കുറിച്ച് അറിയത്തുള്ളൂ, സ്നാനപ്പെടുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എത്ര പർവ്വത പ്രസംഗത്തിലേക്ക്, സെർമൺ ഓൺ ദ മൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ മാത്രം എടുത്താൽ എത്ര കൽപ്പനകൾ അവിടെ ഉണ്ട്. നമ്മളിൽ എത്ര പേര് ഈ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്? കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചു, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ കള്ളന്മാരാണെന്ന്, സത്യമില്ലെന്ന് അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വി ആർ കോൾഡ് ലയേഴ്സ്. ലോകത്തിൽ നമ്മളെ പാസ്റ്റർ എന്ന് വിളിച്ചേക്കാം, ലോകത്തിൽ നമ്മളെ വിശ്വാസി എന്ന് വിളിച്ചേക്കാം, ലോകത്തിൽ നമ്മളെ സുവിശേഷകർ എന്ന് വിളിച്ചേക്കാം, ലോകം പല പേരുകളും നമ്മളെ തന്നേക്കാം. പക്ഷെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് കള്ളൻ എന്നാണ്. കർത്താവ് നമ്മളെ വിളിക്കുന്നത് കള്ളൻ എന്നാണ്. കാരണം എന്താണെന്നറിയാമോ? അവനെ അറിയുന്നു എന്ന് ഞാൻ പറയുന്നു, പക്ഷെ അവൻ്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്നില്ല. ഇറ്റ്സ് എ ടെറിബിൾ തിങ്. ഇറ്റ് ഈസ് ടെറിബിൾ തിങ് ടു ബി കോൾഡ് എ ലയർ ബൈ ദ ലോർഡ്. കർത്താവ് നമ്മളെ കള്ളൻ എന്ന് വിളിക്കുന്നെങ്കിൽ അതൊരു വെരി വെരി ടെറിബിൾ തിങ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ 2:6 എഴുതിയിരിക്കുന്നു. 2:4 വാക്യമാണ് നമ്മൾ കേട്ടത്. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ കള്ളനാണ് നമ്മൾ. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. When you say that, when I say that I abide in Christ, I ought to walk as he walked. അതാ മുമ്പേ പറഞ്ഞ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതാ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. നാം കർത്താവ് നടന്നതുപോലെ നടക്കുവാൻ്റെ കോണം വിളിക്കപ്പെട്ടവരാണ്. That is talking about a lifestyle. When the world sees me, when my friend sees me, when my neighbor sees me, do they see Christ in me? Do I walk like Christ? Do I speak like Christ? Do I think like Christ? Do I look like Christ? എൻ്റെ നടപ്പ്, എൻ്റെ ലൈഫ് സ്റ്റൈല് കർത്താവ് നടക്കുന്ന പോലെയാണോ? കർത്താവ് നടക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ നടപ്പ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കണം.
ദൈവത്തിൻ്റെ വചനം പഠിക്കാത്ത ഒരു വ്യക്തിക്ക് കർത്താവ് എങ്ങനെയാണ് നടന്നതെന്ന് അറിയുവാൻ തക്കോണം യാതൊരു വഴിയുമില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ ഒരു വചനം കേൾക്കുകയാണെന്ന് വെച്ചോ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇതൊരു കൽപ്പനയാണ്. മുമ്പേ കേട്ടു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അവിടെ എഴുതിയിരിക്കുന്ന അതിന്റെ ഗ്രീക്ക് വേർഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഫ്രേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ടെസ്റ്റ് യുവർ സെൽഫ് അല്ലെങ്കിൽ പ്രൂവ് യുവർ സെൽഫ് എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത്, ഒരു തട്ടാൻ്റെ അടുത്ത് ഒരു ഉരുപ്പടി കൊണ്ടുചെല്ലുകയാണെന്ന് വെച്ചാൽ അത് പോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് മാനേജറുടെ അടുത്ത് പണയം വെക്കുവാൻ തക്കവണ്ണം സ്വർണ്ണ ഉരുപ്പടിയുമായിട്ട് നമ്മൾ കടന്നു ചെല്ലുക എന്ന് വെച്ചോ, സ്വർണത്തിന്റെ കളർ മഞ്ഞ കളറാണല്ലേ, മഞ്ഞ കളറുള്ള എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ബാങ്ക് മാനേജറുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിന് പകരം കുറച്ച് പൈസ എടുക്കാൻ വന്നെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പൈസ തരത്തില്ല. അയാൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അതൊന്ന് ഉരച്ചു നോക്കും, അത് ടെസ്റ്റ് ചെയ്യും, അത് പ്രൂവ് ചെയ്യും വെദർ ഇറ്റ് ഈസ് ഗോൾഡ് ഓർ നോട്ട്. അതാ ടെസ്റ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. ഉരയ്ക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീയിലൂടെ കടത്തിവിട്ട് ഹല്ലേലൂയ അത് ശരിക്കുമെന്ന് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ്. നമ്മൾ എവിടേക്കാണ് കൊണ്ടുവരേണ്ടത്? നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കീഴിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവരണം. നാം നമ്മെ കാണേണ്ടത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിലാകരുത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം പലയിടത്തും നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം, കർത്താവ് പലയിടത്തും നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. നമ്മൾ ചെയ്ത നേട്ടങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ കണ്ട നേട്ടങ്ങളുടെ കീഴിലാകരുത് നാം നമ്മെ കൊണ്ടുവരേണ്ടത്. ഈ ലോകം നമുക്ക് തന്ന സർട്ടിഫിക്കറ്റ്സിന്റെ കീഴിലാകരുത് നാം നമ്മെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം കൊണ്ടുവരേണ്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിലേക്കായിരിക്കണം, ദൈവവചനവുമായിരിക്കണം. മുമ്പേ സഹോദരിമാരോ പ്രാർത്ഥിച്ചല്ലോ, വചനം കണ്ണാടിയാണ്, റിഫ്ലക്റ്ററാണ് വചനം. നാം എങ്ങനെയായിരിക്കുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധ വചനം താഴ്മയോടെ വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കീഴ്പ്പെട്ട് ഹല്ലേലൂയ നാം അത് വായിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ദൈവവചനം നമുക്ക് കാണിച്ചു തരും. ദ റിയാലിറ്റി. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുകയാണ്, അവനിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ആശിച്ചിരിക്കുന്നതിൻ്റെ ഉറപ്പുള്ള ഒരു വ്യക്തി ഈ വചനം വായിക്കുമ്പോൾ നടുങ്ങും. അവൻ നടന്നതുപോലെ ഞാൻ നടക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ, കർത്താവേ ഞാൻ അങ്ങനെയാണോ നടക്കുന്നത്? എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ, വെദർ ദേ സീ ക്രൈസ്റ്റ് ഇൻ മീ, വെദർ ഐ സ്പീക്ക് ലൈക്ക് ക്രൈസ്റ്റ് ഓർ ബിഹേവ് ലൈക്ക് ക്രൈസ്റ്റ്. യേശു കർത്താവ് ബിഹേവ് ചെയ്യുന്നത് പോലെയാണോ ഞാൻ ബിഹേവ് ചെയ്യുന്നത്? ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് നോക്കിയേ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് സംസാരിക്കുന്ന ലാംഗ്വേജ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് ഉപയോഗിച്ച ലാംഗ്വേജ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അതിനർത്ഥം കർത്താവ് പറഞ്ഞ ഭാഷയെന്നോ കർത്താവ് പറഞ്ഞ ഭാഷാ ശൈലിയെന്നോ അല്ല അർത്ഥം, കർത്താവിൻ്റെ ഭാവമാണോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആരും ചിന്തിക്കരുത് സഹോദരങ്ങളെ, ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമെന്ന്. കാരണം we have come up to that sort of level, that sort of standard where we can easily understand and explore the scripture in a Christ-like manner. കർത്താവിൻ്റെ രൂപത്തോട് ഹല്ലേലൂയ, കർത്താവ് സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവിത രീതി, കർത്താവിൻ്റെ ജീവിത ശൈലി എന്ന് പറയുമ്പോൾ നാം കർത്താവിനൊപ്പം ആയിത്തീർന്നു എന്നുള്ള അനുഭവത്തിലല്ല. പിന്നെയോ കർത്താവ് എന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് പൂർണ്ണമായി ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ഇവിടെ ഇരിക്കുന്നവരാരും ചിന്തിക്കരുത് കർത്താവ് ദൈവമായിരുന്നു ഞങ്ങൾ മനുഷ്യരാണെന്നോ. കർത്താവ് നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നുവെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് വച്ചിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത് യേശു കർത്താവാണ്. അവിടുന്ന് ഒരു ജീവിത ശൈലി ജീവിച്ച് കാണിച്ചിട്ട് പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? നാം അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം. ബൈ ദ വേ, അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന അർത്ഥം. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. അല്ലാതെ തോമാച്ചനൊന്നും ചാക്കോച്ചനൊന്നും തങ്കച്ചനൊന്നും പേരുള്ളവരെല്ലാം ക്രിസ്ത്യൻസ് അല്ല. ഹല്ലേലൂയ. There are meaningful names, but when a person carries a name doesn't mean that the person is like the name's meaning. No, it is not like that. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ the one who walk deliberately or follow deliberately Christ. അതാണ് ക്രിസ്ത്യൻ.
ഹല്ലേലൂയ. അപ്പോൾ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുണ്ടായി. അപ്പം ഞാൻ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, when I say I am a Christian, I have to examine myself, do I follow Christ? ഹല്ലേലൂയ. കർത്താവിൻ്റെ രൂപത്തോട് ഞാൻ അനുരൂപരാകുന്നു, കർത്താവിനെ ഞാൻ അനുഗമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതൊക്കെയാണ് നാം വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ പരീക്ഷിപ്പിൻ, ശോധന ചെയ്യുവിൻ എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. അല്ലാതെ ആ ഒരു വാക്യം വായിച്ചിട്ട് പെട്ടെന്ന് ചിന്തിക്കുകയാണ് ഞാൻ വിശ്വാസിയാണ്, ഈ വാക്യം ലോകത്തിലുള്ളവർക്ക് വേണ്ടിയാണ്. നോ. ഹല്ലേലൂയ. ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. ലേഖനങ്ങളൊന്നും തന്നെ ലോകത്തിലുള്ള അക്രൈസ്തവർക്കോ അൺബിലീവേഴ്സിനോ എഴുതിയിട്ടുള്ളതല്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവസഭയ്ക്ക് എഴുതിയിരിക്കുന്ന വചനത്തിലാണ് പറയുന്നത്, നിന്റെ പ്രവർത്തികൾ, നിന്റെ വാക്കുകൾ, നിന്റെ ചിന്തകൾ, നിന്റെ ജീവിത രീതികൾ, നിന്റെ ലക്ഷ്യങ്ങൾ, ഹല്ലേലൂയ, ഈ വചനപ്രകാരം അല്ലെങ്കിൽ, ഈ വചനത്തിന് യോജിച്ചതല്ലെങ്കിൽ നീ വിശ്വാസിയല്ല. മുമ്പേ പറഞ്ഞതുപോലെ കൊള്ളരുതാത്തവൻ എന്ന് വരികിൽ, കൊള്ളരുതാത്തവൻ അല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. കൊള്ളരുതാത്തവനാണെങ്കിലോ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ റൂട്ട് മീനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രീക്ക് റൂട്ട് മീനിങ്ങിലേക്ക് റിപ്രബേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കിങ് ജെയിംസ് വേർഷൻ അതിൻ്റെ ഗ്രീക്ക് മീനിങ്ങിലേക്ക്, അതിൻ്റെ മൂലഭാഷയുടെ ഗ്രീക്ക് മീനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാളം അർത്ഥം എന്താണെന്നറിയാമോ? വഷളൻ, തന്നിഷ്ടക്കാരൻ, മർക്കട മുഷ്ടിയുള്ളവൻ. കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ താൻ തോന്നി എന്ന് പറയും, തൻ്റെ ഇഷ്ടത്തിന് നടക്കുന്നവൻ. ഹല്ലേലൂയ. വേറൊരു വാക്ക് മലയാളത്തിൽ ഞാൻ മലയാള നിഘണ്ടുവിനകത്ത് കണ്ടത് നെറികെട്ടവൻ. ഒരു വിശ്വാസി അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ നടക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചിരിക്കുന്ന പേരാ അതൊക്കെ. അതല്ലേ ഇന്ന് സഭകൾ എന്ന് പറയുന്നിടത്ത് പലതും നടക്കുന്നത്. ഒരുത്തൻ കസേര കൈ പൊക്കുമ്പോൾ, ഒരുത്തൻ കസേര പൊക്കി പൊക്കുമ്പോൾ, വേറൊരുത്തൻ കഴുത്തിന് കയറി കോളറിന് പിടിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? വഷളന്മാരെയല്ലേ കാണുന്നത്? വിശ്വാസികളെയാണോ കാണുന്നത്? വിശ്വാസത്തിലാണോ അവൻ നിൽക്കുന്നത്? വിശ്വാസത്തിലാണോ അവൻ നിൽക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന പലരും മറ്റുള്ളവരെ തേജോവധം ചെയ്യുവാൻ തക്കോണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ഒരു ദൈവദാസൻ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു ദൈവദാസൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഇല്ലാത്ത വാക്കുകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ, ആർ ദേ ബിലീവേഴ്സ്? വഷളന്മാരാ, വക്രബുദ്ധികളാ, താന്തോന്നികളാണ്, തന്നിഷ്ടക്കാരാണ്. അതിൻ്റെ മധ്യത്തിൽ നീയും ഞാനുമായിരിക്കുമ്പോൾ, when you and I say that I am a believer, examine myself. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. അല്ലെങ്കിൽ ഒരിക്കലും കർത്താവിൻ്റെ കൂടെ വസിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വചനത്തിൻ്റെ, ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയുടെ ടൈറ്റിലും അതാണ്. ഹല്ലേലൂയ. ദി മാർക്സ് ഓഫ് എ ട്രൂ ക്രിസ്ത്യൻ. ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ലക്ഷണങ്ങൾ, ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ലക്ഷണം. ഇത്രയൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എവിടെയൊക്കെ പോയി ചെക്ക് ചെയ്യാൻ പറ്റും നമ്മളെ? ഞാനൊരു വിശ്വാസിയാണോ എന്ന്, ഞാൻ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന്. പ്രധാനമായും 3 വിഷയങ്ങളിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഒന്ന്, ഹല്ലേലൂയ, if you are a believer, you are a true worshipper. And if you are a believer, you are in a true community. Praise God. മൂന്നാമത്, if you are a believer, you have a ministry and you have a mission. ഈ 3 വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുവാനായിട്ട് ഞാൻ ഇന്നത്തെ രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഒന്ന്, you are a true worshipper. You got to be a true worshipper. ഒരു വിശ്വാസി എന്ന് പറയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മളൊരു ട്രൂ വർഷിപ്പർ ആയിരിക്കണം. ഒരു നന്നായി ആരാധിക്കുന്ന വ്യക്തിയായിരിക്കണം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയായിരിക്കണം. നാം ആരാധനയായി തീരണം, ആരാധിക്കുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ നാം ആദ്യം കേൾക്കേണ്ടത്, ഞാൻ കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണോ? ഞാൻ കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തി. ഡു ഐ വർഷിപ്പ് ദ ലോർഡ്? ഞാൻ കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണോ? ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയായിരിക്കും. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയൂ. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് തലവേദനയായിട്ട് മാറത്തില്ല.
ഹല്ലേലൂയ. ചിന്തിക്കണമേ, സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിന് പോലും ആ വ്യക്തി തലവേദനയാകത്തില്ല. കാരണം ആ വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തില് ഒരു ലോയർ, ഒരു പ്രമാണി കർത്താവിൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് ചോദിച്ചു, കർത്താവേ, ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന എന്തെന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ് ഇൻ ദ ലോ, ഇൻ ദ സ്ക്രിപ്ചേഴ്സ്? കർത്താവിനോട് പറഞ്ഞു എന്താണെന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. പ്രൈസ് ഗോഡ്. അത് എടുത്തിരിക്കുന്നത് ഡ്യൂട്രോണമി 6:5 നിന്ന്, ആവർത്തന പുസ്തകം 6:5 നിന്നുള്ള ഒരു കൊട്ടേഷനാണ്. അപ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ സ്നേഹിക്കണം. ദ ഹോൾ ബീയിങ്. ജഡത്തിൽ, ശരീരത്തിൽ മാത്രമല്ല. ഒന്ന് ആ വചനത്തിലേക്കൊന്ന് വന്നേ, വായിച്ചേ വചനം. അവിടെ 2 കാര്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്കൊക്കെ സുപരിചിതമായ വിഷയങ്ങളാണെങ്കിൽ തന്നെയും പലപ്പോഴും സുപരിചിതമായിട്ടുള്ളതാണ് നമ്മൾ തള്ളിക്കളയുന്ന കാര്യങ്ങൾ. കാരണം അവഗണിക്കുന്നത്. 22:35 മുതലുള്ള വാക്യങ്ങൾ. മാത്യു, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 22 വേഴ്സസ് 35 ഓൺവേർഡ്സ്. അവരിൽ ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ ലോയർ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ, ഒരു പ്രമാണി, ഒരു ന്യായപ്രമാണ ശാസ്ത്രജ്ഞൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ നിന്നാണ് ആരാധന ഉണ്ടാവുന്നത്. നമുക്കറിയാം, സെലിബ്രിറ്റീസിനൊക്കെ ഒത്തിരി ആരാധകരുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഫാൻസ്, അല്ലേ? അവരാരാധകരാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കണം, ആ വ്യക്തി ചെയ്യുന്നതിനെ സ്നേഹിക്കണം, ആ വ്യക്തിയുടെ പ്രവൃത്തികളെ സ്നേഹിക്കണം, ആ വ്യക്തിയെ നമ്മൾ അംഗീകരിക്കണം. ഒരു വ്യക്തിയെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ, ഒരു വ്യക്തിയെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തി നമുക്ക് ആരാധന മൂർത്തിയായി, അല്ലെങ്കിൽ ആരാധിപ്പാൻ തക്കവണ്ണം യോഗ്യനായി നമുക്ക് തീരണമെങ്കിൽ ആ വ്യക്തിയിൽ നാം അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് ആരാധിപ്പാൻ തക്കവണ്ണം യോഗ്യമായിരിക്കുന്ന ചിലത് കണ്ടെത്തിയിരിക്കണം നമ്മൾ. ഇവിടെ കർത്താവ് ഈ മനുഷ്യനോട് പറയുകയാണ്, ഈ ലോയറോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണതയാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയം പറയുന്നുണ്ട്, പിന്നീട് പൂർണ്ണ ആത്മാവ് പറയുന്നുണ്ട്, പൂർണ്ണ മനസ്സ് പറയുന്നുണ്ട്. ദ ഹോൾ ബീയിങ്. രണ്ടാമത്തേത് അതിനോട് തുല്യം. എന്താണ്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതിൻ്റെ മീനിങ് എന്താണെന്നറിയാമോ? 1 + 1 = 2 എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ആ ഈക്വൽ സൈനിൻ്റെ 2 സൈഡുമുള്ളത് ഒരുപോലെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. 1 + 1 = 2 എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 1 = 1 എന്ന് പറയുക, 2 = 1 എന്ന് പറഞ്ഞാൽ 1 + 1 = 2 എന്ന് പറഞ്ഞാൽ ആ സമം എന്നുള്ളതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എഴുതിയിരിക്കുന്നത് ഒന്നാണെന്ന് അതിൻ്റെ അർത്ഥം. കർത്താവ് പറഞ്ഞു, ഒന്നാമത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അത് ഒരു വശത്ത്, സമത്തിൻ്റെ ഒരു വശത്ത്. മറ്റേ വശത്ത് എന്താണ്? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നമ്മളത് ചിന്തിച്ച് നോക്കേണ്ടതായത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പറയുകയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഉറപ്പ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആ നമ്മളോട് കർത്താവ് പറയുകയാണ്, ആ സമത്തിന് ഇപ്പുറത്ത് വേറൊരു വാക്ക് പറയുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുക എന്ന് വെച്ചോ, ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ചില മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. വിൽ ഇറ്റ് വർക്ക്? ഇറ്റ് വിൽ നെവർ വർക്ക്. എന്ന് പറഞ്ഞാൽ സമത്തിൻ്റെ ഒരു ഭാഗം മാത്രം കറക്റ്റ്, മറ്റേ ഭാഗത്ത് 0 ആയി കിടക്കുന്നത്. Hallelujah. That equation doesn't work. That formula won't work anywhere. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാൻ പറയുകയാണെന്ന് വെച്ചോ, ഞാൻ വിശ്വാസിയാണെന്ന് പറയുന്നുവെങ്കിൽ I must be a true worshipper. When I say that I am a true worshipper, I must love the Lord with all my beings.
എന്നിൽ ഒരു ബ്ലെമിഷുമില്ലാതെ, എന്നിൽ ഒരു കുറവുമില്ലാതെ എൻ്റെ ആത്മാവിനെയും എൻ്റെ ദേഹിയെയും എൻ്റെ ദേഹത്തെയും ഒരുപോലെ 1 തെസ്സലോനിക്കർ 5:23 പറയുന്ന പോലെ ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എനിക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയണം. കർത്താവേ, എൻ്റെ ദേഹത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തണമേ, എൻ്റെ ദേഹിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തണമേ, എൻ്റെ ആത്മാവിൽ അങ്ങയെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ ആത്മാവിനെയും എൻ്റെ ദേഹിയെയും എൻ്റെ ദേഹത്തെയും ഒരുപോലെ അൺകണ്ടീഷണലായിട്ട് ഞാൻ സറണ്ടർ ചെയ്യുന്നു. നിരുപാധികം അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ യാഗപീഠത്തിന്റെ മേൽ ഞാൻ വെക്കുന്നു എന്ന് പറയുന്നതാണ് ആരാധന. എന്ന് പറഞ്ഞാൽ എനിക്കുള്ള സകലത്തെക്കാളും അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത് തന്നെയല്ലേ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? അബ്രഹാം ഇസ്ഹാക്കിനെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിക്കുവാൻ പോകുമ്പോൾ കാണുന്നത്. ആരാധന എന്ന വാക്ക് ആദ്യമായി ദൈവവചനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത് 22:5 ഉൽപ്പത്തി 22:5 അവിടെ അബ്രഹാം ബാല്യക്കാരോട് പറയുന്നുണ്ട്, ഞാനും ബാലനും കൂടെ പോയി ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരാമെന്ന്. ആരാധന, വർഷിപ്പ് എന്ന് പറയുന്ന വാക്ക് അവിടെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആരാധന എന്താണെന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു കോൺകോർഡൻസ് വെച്ചുകൊണ്ട്, ബൈബിൾ കോൺകോർഡൻസ് വെച്ചുകൊണ്ട് വർഷിപ്പ് എന്നുള്ള വാക്ക് അന്വേഷിച്ചിട്ട് എവിടൊക്കെയാണോ ബൈബിളിൽ വചനം വർഷിപ്പ് എന്നുള്ള എഴുതിയിരിക്കുന്നത് അത് പഠിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആരാധനയെക്കുറിച്ച് പഠിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ആദ്യം അപ്പിയർ ചെയ്യുന്നത്, ആദ്യം വരുന്നത് ഈ 22:5 അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആരാധന എന്താണെന്ന് പഠിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കണം, അബ്രഹാം ഇസ്ഹാക്കിനെ എങ്ങനെയാണ് യാഗം കഴിച്ചത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഒന്ന് മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Hallelujah. By doing that, Abraham proved God is more than everything to him. ദൈവം തനിക്ക് എല്ലാറ്റിനേക്കാളും വലുതാണെന്ന് തന്റെ മകനെ യാഗപീഠത്തിൽ അബ്രഹാം വെക്കുന്നതിലൂടെ ദൈവത്തിന് കാണിച്ചു കൊടുത്തു. ദൈവമേ, നീ സകലത്തിനും സകലത്തെക്കാളും അപ്പുറം തക്കവണ്ണം എനിക്ക് പ്രിയപ്പെട്ടവനാ, അല്ലേ? അബ്രഹാമിനോട് ദൈവം എന്തുവാ പറയുന്നത്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗം കഴിക്കണമെന്ന്. നീ സ്നേഹിക്കുന്ന, ഡു യു നോ ദാറ്റ് ആ വചനത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്താൽ, നമ്മൾ ഈ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഒന്നിൽ അണ്ടർലൈൻ ചെയ്യും, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യും, അല്ലേ? അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആ വാക്യത്തെ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഭാഗം എന്താണെന്നറിയാമോ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന മകനെ എന്നുള്ളതിനകത്ത് നീ സ്നേഹിക്കുന്ന, അതായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നിടത്ത് അബ്രഹാം മറ്റൊരാളെ സ്നേഹിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ദൈവത്തെ മറന്നിട്ടില്ല അവൻ, ദൈവത്തോടുള്ള സ്നേഹം മറ്റൊരാളുടെ സ്നേഹവുമായിട്ട് പങ്കുവെച്ചു. കർത്താവ് പറയുക, നീ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു നീ സകലത്തെക്കാളധികം എന്നെ സ്നേഹിക്കുന്നെന്ന്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് നീ പ്രൂവ് ചെയ്യണം. അബ്രഹാം പ്രൂവ് ചെയ്തോ? പ്രൂവ് ചെയ്തു. ഓഫറിംഗ് ടു ദ ലോർഡ് ദ ബെസ്റ്റ് ദാറ്റ് യു ഹാവ്, ദാറ്റ് ഈസ് കോൾഡ് വർഷിപ്പ്. ഹല്ലേലൂയ. ഞാനൊരു വിശ്വാസി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കേണ്ടത്, ആം ഐ എ ട്രൂ വർഷിപ്പർ? ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലപ്പോഴും പെന്തിക്കോസുകാർ ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഉറക്കെ കൈകൊട്ടിയാൽ അത് ആരാധനയാകുമെന്ന, ഉറക്കെ പാട്ടുപാടിയാൽ അത് ആരാധനയാകുമെന്ന, നല്ല ഇൻസ്ട്രുമെന്റ്സ് വെച്ച് വാദ്യഗീതങ്ങളോടുകൂടി സ്തുതികളും സ്തോത്രങ്ങളും ചെയ്താൽ അത് ആരാധനയാകുമെന്ന, ഒക്കെ അത് ആരാധനയുടെ ഒരു ഭാഗം മാത്രമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യാഗപീഠത്തിൽ ഒത്തിരി തീ കത്തിച്ചതുകൊണ്ട് ആരാധനയായോ? ഒത്തിരി വിറവ് പറക്കി കത്തിച്ചതുകൊണ്ട്, മറ്റുള്ളവരുടെ തീയേക്കാളൊക്കെ വലിയ തീ കത്തിച്ചത് കൊണ്ട് ആരാധനയാകുമോ? ഹല്ലേലൂയ. യാഗപീഠത്തിൽ തീ കത്തുന്നതിന് മുമ്പ് അതിനേക്കാൾ തീയേക്കാൾ പ്രധാനം, യാഗപീഠത്തെക്കാൾ പ്രധാനം യാഗവസ്തുവാ. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്നവനാണ്, ഞാൻ യാഗം കഴിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനം, ഞാൻ എന്താണ് യാഗം കഴിക്കുന്നത്. പുതിയ നിയമത്തിൽ പറയുന്നു, നിന്നെ തന്നെ നീ യാഗം കഴിക്കണം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നു. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. I beseech you, brethren, by the mercies of God, offer your bodies a living and holy sacrifice. Hallelujah. അതാണ് ആരാധന.
മർക്കോസിന് ശേഷം 12-ാം അധ്യായത്തിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ വാക്യം തന്നെ പറയുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ, 12:30 തോന്നുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, അവിടെ 4 എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ ഹോൾ ബീയിങ് അവിടെ ഉണ്ടാകണം. ദൈവസഭയിലേക്ക് ആരാധനയ്ക്കായി നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം മാത്രം അവിടെ പോരാ, ആത്മാവും ദേഹവും അവിടെ ഉണ്ടാവണം. കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ ശരീരം കൈയടിക്കുന്നോ അതിലെ വാ പാടുന്നതോ അല്ല, നിന്റെ ഹൃദയം എവിടെയാണ്? എന്റെ ഹൃദയം എവിടെയാണ്? അവിടെ നിന്നൊരാൾ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ, ഇവിടെ നിന്നൊരാൾ പാടുമ്പോൾ കർത്താവ് നോക്കുന്നത് നമ്മുടെ പാട്ടിലല്ല, ഹല്ലേലൂയ, ഇൻസ്ട്രുമെന്റ്സിന്റെ റിതമിലല്ല, അതിന്റെ സിംഫണിയിലല്ല. കർത്താവ് നോക്കുന്നത് ഈ വായിക്കുന്നവന്റെ ഹൃദയം എവിടെയാ, ഈ പാടുന്നവന്റെ ഹൃദയം എവിടെയാ, ഈ ശുശ്രൂഷ ചെയ്യുന്നവന്റെ ഹൃദയം എവിടെയാ, കഴിഞ്ഞൊരാഴ്ചക്കാലം അവൻ എവിടെയായിരുന്നു? ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആരാധിക്കാനായിട്ട് നമ്മൾ കടന്നു വരുന്നത് എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? കഴിഞ്ഞൊരാഴ്ച എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നല്ലതാ, പക്ഷെ കഴിഞ്ഞൊരാഴ്ച നീ എവിടെയായിരുന്നു? എങ്ങനെയായിരുന്നു? നിന്റെ നടപ്പെന്തായിരുന്നു? ഹല്ലേലൂയ. ചെളിയിൽ കിടന്ന് ഉറണ്ടിട്ട് ആവശ്യമില്ലാതൊക്കെ വലിച്ചു വായി തിന്നിട്ട് ഹല്ലേലൂയ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ച് നല്ലൊരു ഉടുപ്പിട്ടത് കൊണ്ട് ആരാധനയാവുമോ? ആവില്ല സഹോദരങ്ങളെ. When I say that I am in the faith, ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ I must be a true worshipper. That is number 1 condition. ഞാൻ ആരാധിക്കുന്നവനായിരിക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ ഒരിക്കലും ഒന്ന് മറന്നു പോകരുത് സഹോദരങ്ങളെ. നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ. എന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധി കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അതോ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗം മാറ്റി വെച്ചിട്ടാണോ ആരാധിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയാൽ പഴയ നിയമത്തിലെ ആരാധനയൊക്കെ, പഴയ നിയമത്തിലെ യാഗത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒരു കാളയെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവന്നിട്ട് യാഗം കഴിക്കാൻ വരുമ്പോൾ തനിക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഒരു കുറങ്ങെടുത്ത് മാറ്റി വെച്ചിട്ട് യാഗം കഴിക്കാൻ പറ്റുമോ? അവൻ പിന്നീട് ഒരിക്കലും യാഗം കഴിക്കത്തില്ല. പിന്നെ നമ്മൾ പലപ്പോഴും ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, സ്തോത്രസ്തുതി ഗീതത്തിന് കടന്നു വരുമ്പോൾ നമുക്ക് പല പല പ്രയോറിറ്റീസ് ഉണ്ട് ദൈവമക്കളെ. അൺകണ്ടീഷണലായിട്ട് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മളെപ്പോഴും കണ്ടീഷണലായിട്ട് ആരാധിക്കുന്നു, അല്ലേ? നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിയത്തില്ല, പൂർണ്ണയാഗമായി തീരുവാൻ കഴിയത്തില്ല, നമ്മുടെ ചിന്തകളെ കർത്താവിന്റെ സന്നിധി കൊടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ പൂർണ്ണമായി ദൈവസന്നിധി സമർപ്പിക്കുവാനായിട്ട് കഴിയുന്നില്ല, ആത്മാവും ദേഹവും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആത്മീയരാകുന്നത് സഭയുടെ മധ്യത്തിൽ മാത്രമാണ്. സഭയുടെ മധ്യത്തിൽ പോലും ആത്മീയരല്ല പലരും. കാരണം മീഡിയകളിലൊക്കെ കാണാമല്ലോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, സഭയിൽ നടക്കുന്നത്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം, ഒരു ആവറേജ് ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ആരാധിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു, പക്ഷെ സഭയ്ക്ക് പുറത്തോ? കർത്താവിന്റെ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, ശോധന ചെയ്യുവിൻ. നമ്മളൊക്കെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന സമാഗമന കൂടാരം എന്താണ്? റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ 2ാമത്തെ വരവിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മൃഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. പക്ഷെ അപ്പോസ്തലൻ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നീ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത് നിന്നെ തന്നെ ശോധന ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ പഠിക്കേണ്ടത് വിശ്വാസികൾക്കുള്ളതാണ്. ആദ്യം നീ വിശ്വാസിയാണോ എന്ന് നീ നിന്നെ തന്നെ ഉറപ്പാക്കുക, എന്നിട്ട് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങുക. ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിലല്ലെങ്കിൽ, ജീവിതത്തിൽ നമുക്ക് ആ വിശ്വാസമില്ലെങ്കിൽ ഇതും പഠിച്ചുകൊണ്ട് നരകത്തിലിരിക്കേണ്ടി വരും. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ മാറ്റർ ഓഫ് അവർ ഇറ്റേണിറ്റി. ഇത് നിത്യതയുടെ വിഷയമാണ്. 10, 30, 60, 100 വർഷം കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞു പോകും. പക്ഷേ അനന്തയുഗം, ഇറ്റേണിറ്റി അല്ലെങ്കിൽ ഇറ്റേണിറ്റി ഈസ് ഇൻഫിനൈറ്റ് ടൈം. Unlimited number of years. There is no end there. If you are in hell, you will be there for infinite time. If you are in heaven, you will be there for infinite time. റോമൻ കാത്തലിക്സും മറ്റ് ചില എപ്പിസ്കോപ്പൽ ചർച്ചുകളും സഭകളും പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ട് അവിടെ ഈ ശുദ്ധീകരണ സ്ഥലമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ മണ്ടത്തരങ്ങളാണ്. ഇറ്റ്സ് എ ഡിസെപ്ഷൻ. ഡെവിളിന്റെ ഡിസെപ്ഷനാണ്. ഒരിക്കൽ നീ ഇവിടം വിട്ടുകഴിഞ്ഞാൽ നീ എവിടെ പോകുന്നുവോ അത് പെർമനന്റ് പ്ലേസ് ആണ് നിന്റെ ലൈഫിൽ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത്, നിനക്കിപ്പോ സമയം കിട്ടി ഒന്ന് ചിന്തിക്കാൻ. ഹല്ലേലൂയ. നീ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിന്നെ തന്നെ പരീക്ഷിപ്പിൻ, ശോധന ചെയ്യുവിൻ. അഥവാ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നെടുമ്പാട് ദൈവസന്നിധിയിൽ വീണ് നിലവിളിക്ക്. ഇരിക്കുന്ന ഇരടുത്ത് ഇരുന്നുകൊണ്ട് ഹൃദയം ഒന്ന് നുറുകിക്കേ. കർത്താവേ,
ദിസ് ഈസ് സ്പീക്കിംഗ് ടു മീ. ഇത് എന്നോടാണ് അങ്ങ് സംസാരിക്കുന്നത്. എനിക്ക് വീണ്ടും ഒരു അവസരം അവിടുന്ന് തരികയാ. ഇത് കഴിഞ്ഞിറങ്ങി വീട്ടിലെത്തുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല സഹോദരങ്ങളെ. ഈ വചന ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് കർത്താവിന്റെ കാഹളം ധ്വനിക്കത്തില്ലെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയുവാൻ കഴിയും? If you are not in faith, if I am not in faith, I will not be raptured. ഞാൻ എടുക്കപ്പെടത്തില്ല. എത്ര പ്രസംഗങ്ങൾ ഞാൻ നടത്തിയാലും, എത്ര സഭകൾ പണിതെടുത്തെന്ന് പറഞ്ഞാലും, എത്ര സഭകൾ സ്ഥാപിച്ചെന്ന് പറഞ്ഞാലും, എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, റൈറ്റ് റവറൻഡോ എന്ത് റവറൻഡ് ആയാലും ശരി, ഏത് സഭയുടെ സൂപ്രണ്ടന്റ് ആയാലും ശരി, പ്രസിഡന്റ് ആയാലും ശരി, നീ എടുക്കപ്പെടത്തില്ല. If you are not in faith in your life, വാക്കിലുള്ള വിശ്വാസമല്ല, ജീവിതത്തിൽ വിശ്വാസത്തിലല്ലെങ്കിൽ, പ്രവൃത്തികളിൽ വിശ്വാസത്തിലല്ലെങ്കിൽ, ചിന്തകളിൽ വിശ്വാസത്തിലല്ലെങ്കിൽ, ദൈവവചന പ്രകാരം നീ നിന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ നിനക്ക് വീഴ്ച പറ്റി നീ ദൈവസ്ഥലത്തിൽ വീണ് കരയുന്നില്ലെങ്കിൽ, റെസ്റ്റോറേഷൻ വരുന്നില്ലെങ്കിൽ, യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ, യു വിൽ നെവർ മേക്ക് ഇറ്റ് അപ്പ്. നീദർ മീ, ഞാനോ നിങ്ങളോ, വി വിൽ നെവർ മേക്ക് ഇറ്റ് അപ്പ്. അതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുമെന്നല്ല. ഹല്ലേലൂയ. പെർഫെക്ഷൻ, നമ്മുടെ എയിമാണ് പെർഫെക്ഷൻ. നമ്മൾ പെർഫെക്ഷൻ ആകുവാൻ തക്കവണ്ണം ശ്രമിക്കുക. എന്ന് പെർഫെക്ഷൻ ആകും? Maybe in 100 years probably, if you live. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നില്ല എൻ്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്. പക്ഷേ എൻ്റെ ലക്ഷ്യം അതായിരിക്കണം. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ കൊണ്ട് കിൻഡർഗാർട്ടൻ KG ക്ലാസ്സിൽ വിടുമ്പോൾ ആ കുഞ്ഞിന് പറയാൻ പറ്റും, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ഡോക്ടർ ആകണം. There is nothing stopping him to say that. ഒരു കുഞ്ഞിനെ, 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനോട് ചോദിച്ച, കുഞ്ഞെ മോനെ നിനക്ക് ആരാകാൻ ആഗ്രഹം? ആ കുഞ്ഞിന് വേണമെങ്കിൽ പറയാൻ പറ്റും, എനിക്ക് ഡോക്ടർ ആകാൻ ആഗ്രഹമെന്ന്. അപ്പോൾ നമ്മൾ ആരും പറയും, ഡോണ്ട് സേ ദാറ്റ്. നീ KG-യിലല്ലേ പഠിക്കുന്നത്, യു ആർ ഓൺലി 5-year-old ചൈൽഡ്, ഹൗ ക്യാൻ യു ബിക്കം എ ഡോക്ടർ? യെസ്, കുഞ്ഞ് പറയും, യെസ്, ഇന്ന് ഞാനൊരു ഡോക്ടറല്ല, പക്ഷേ എൻ്റെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം ഒരു ഡോക്ടർ ആകാനാണ്. ഞാൻ ഡോക്ടർ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. യു ക്യാൻ ബി എനിത്തിങ്. ഇന്ന് ഞാൻ എങ്ങും ആയിട്ടില്ല വിശ്വാസത്തിൽ, പക്ഷേ എൻ്റെ ലക്ഷ്യം എൻ്റെ യേശുവിനെ പോലെ ആകാനാണ്. എൻ്റെ ലക്ഷ്യം ഈ വചനം പൂർണ്ണമായി അനുസരിക്കാനാണ്. എൻ്റെ ലക്ഷ്യം കർത്താവ് പറഞ്ഞ പോലെ തന്നെ ആയിത്തീരണം എനിക്ക്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. 1 യോഹന്നാൻ 2:6. അതെൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്കത് പറയാൻ കഴിയണം സഹോദരങ്ങളെ. എപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോഴും, എപ്പോൾ വചനം ധ്യാനിക്കുമ്പോഴും, ദൈവസഭയിൽ കടന്നു ചെല്ലുമ്പോഴല്ല, ഒരുപക്ഷെ യൂട്യൂബിൽ ഒരു മെസ്സേജ് കേൾക്കുമ്പോഴായിരിക്കാം, സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മളോട് ഇടപെടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ, ജോലി സ്ഥലത്തുള്ള ബന്ധത്തിൽ ചില വീഴ്ചകൾ നമുക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് കൺവെക്ഷൻ തരുമ്പോഴാകാം ഉള്ളൊന്ന് നുറുങ്ങണം നമ്മുടേത്. ഞാനൊരു വിശ്വാസിയാണോ? എനിക്കറിയാം അങ്ങനെ നുറുക്കപ്പെടുന്നവർ ഇതിനകത്തുണ്ട്, നുറുക്കപ്പെടാത്തവരും ഇതിനകത്തുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരെങ്കിലും ഒരു പിൻവെച്ച് എന്നെ കുത്തിയാൽ എന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് ജീവനുണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. ആരെങ്കിലും ഒരു പിൻവെച്ച് കുത്തുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ജീവനില്ല. കുഷ്ഠരോഗികളായ ലെപ്രസിക്കൊക്കെ പറ്റുന്നതാ, ലെപ്പേഴ്സ്. അവരെ പിൻവെച്ച് കുത്തിയാലും അവരുടെ ഒരു വിരൽ മുറിച്ച് കളഞ്ഞാലും അവർക്ക് അറിയത്തില്ല. കാരണം ദേ ലോസ് ദെയർ സെൻസിറ്റിവിറ്റി പോയി. അവർക്ക് ശരീരമുണ്ടെന്നേ ഉള്ളൂ. വിരലുണ്ട്, 5 വിരലുമുണ്ട്, 10 വിരലുമുണ്ട്, 2 കയ്യിലും കൂടെ 10 വിരലുണ്ട്, 10 വിരൽ കാലുകൾക്ക് 2-നുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചിലതിനൊന്നും സെൻസേഷൻ ഇല്ല. അതാണ് ലെപ്രസി. ആ സെൻസേഷൻ ഇല്ലാത്തത് നമുക്കറിയാമല്ലോ. ഈ അസൈലങ്ങളിൽ, ഇവരുടെ സാനിറ്റോറിയങ്ങളിലൊക്കെ ഇവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നിടത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റും, ചില വിരളിലൊക്കെ വന്ന് എലി കടിച്ചാൽ പോലും അവരറിയത്തില്ല ഉറങ്ങുമ്പോൾ. ഈ കുഷ്ഠരോഗികളായിട്ടുള്ളവരൊക്കെ ഇല്ലേ, ബെഗേഴ്സായിട്ടുള്ള സ്ട്രീറ്റിലൊക്കെ കിടക്കുന്നവരല്ലേ, അവരുടെയൊക്കെ കാലിൽ വന്ന് എലിയൊക്കെ കരണ്ടോ അല്ലെ പട്ടിയൊക്കെ കടിച്ചുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു വിരലില്ല, എവിടെ പോയി അറിയത്തില്ല. പക്ഷെ നമ്മുടെ ആരുടെയും ഒരു വിരളെ കയറി എന്തെങ്കിലും ഒന്ന് കടിക്കേണ്ട, തൊട്ടാൽ മതി, നമുക്കറിയാം. ഒരു വിശ്വാസി അങ്ങനെ ആയിരിക്കണം. ഈ ലോകം എന്നെ തൊടുമ്പോൾ, ജഡമോഹം എന്നെ തൊടുമ്പോൾ, ഐ ബിക്കം സ്പിരിച്വലി സെൻസിറ്റീവ്. ആകണം ബ്രദറെ, സഹോദരങ്ങളെ, ആകണം ബ്രദർ, ആകണം സിസ്റ്റർ. ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിലല്ല, സ്പിരിച്വലി നമ്മളെല്ലാവരും അല്ല. പ്രൈസ് ഗോഡ്. നമ്പർ 1, ഐ മസ്റ്റ് ബി എ ട്രൂ വർഷിപ്പർ. ഹല്ലേലൂയ. ആ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ദൈവസന്നിധിയിൽ എന്നെ കൊടുക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞാൽ അവൻ യഹോവയെ, അവൻ സന്നിധി ദൈവത്തെ ഏറ്റവും അധികം ഭയപ്പെട്ടു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, അല്ലേ? പ്രൈസ് ഗോഡ്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്തായിരുന്നു? ഇസ്ഹാക്ക.
അബ്രഹാമിനോട് ചോദിച്ചെന്ന് വെച്ചോ, ദൈവം കന്നുകാലികളെ മുഴുവനും എനിക്ക് വേണം, നിന്റെ ആടുകളെ മുഴുവനും എനിക്ക് വേണം, നിന്റെ വേലക്കാരെ മുഴുവനും വേണം, നിനക്കുള്ള സകല സ്വത്തുക്കളും നീ വിറ്റിട്ട് ആ പണമെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവരാമെന്നാൽ അബ്രഹാം ഹി വുഡ് ഹാവ് ഡൺ ഇറ്റ് ഗ്ലാഡിലി. അവൻ സന്തോഷത്തോടെ എല്ലാം ചെയ്യുമായിരുന്നു. കാരണം ഒന്നുമില്ലാത്തവനായിട്ടാണ് അപ്പൻ്റെ ഭവനം വിട്ട് അവൻ ഇറങ്ങിയത്. പക്ഷെ ദൈവം ചോദിച്ചത് വിലയില്ലാത്തതല്ല, വിലയുള്ളതാണ് ചോദിച്ചത്. പക്ഷെ വചനത്തിൽ എങ്ങും എഴുതിയിട്ടില്ല അബ്രഹാം തിരിച്ച് ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, ദൈവമേ അത് വേണോ? വചനത്തിൽ എങ്ങും കാണുന്നില്ല അബ്രഹാം ആരോടെങ്കിലും ഈ വിഷയം ഡിസ്കസ് ചെയ്തെന്ന്, ഒരു കൺഫർമേഷന് വേണ്ടി. അബ്രഹാമിന് വേണേ സേറയോട് ചോദിക്കായിരുന്നു, സേറ ഞാൻ ഇങ്ങനൊരു ശബ്ദം കേട്ടു ദൈവത്തിൻ്റേത്, അത് എന്താ നമുക്കതിനെക്കുറിച്ച് ചെയ്യേണ്ടത്? സേറ വുഡ് ഹാവ് സെഡ് നോ. സേറ പറഞ്ഞു, ഞാൻ പറ്റില്ല, എന്തോ വേണമെങ്കിൽ എന്നെ കൊന്നോ, പക്ഷേ എൻ്റെ മോനെ ഞാൻ തരത്തില്ല. അതുമാത്രമല്ല, ആ ഭാഗവുമായിട്ട് ധ്യാനിക്കാമെങ്കിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്, സംശയമുണ്ടാക്കാം. കർത്താവിൻ്റെ വാഗ്ദത്തപ്രകാരം ജനിച്ച ഒരു സന്തതിയാണ്, വാഗ്ദത്തപ്രകാരം കിട്ടിയ ഒരു സന്തതി. പ്രത്യേകിച്ച് ജനസിസ് 15 പഠിക്കുമ്പോൾ നമുക്കറിയാം വാഗ്ദത്തം എന്തുവാ, നിനക്ക് ലഭിക്കുന്ന സന്തതിയിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽ പോലെയൊക്കെ നിനക്ക് സന്തതികളെ തരുമെന്ന് പറയുമ്പോൾ അബ്രഹാമിന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, എനിക്ക് തന്ന വാഗ്ദത്ത സന്തതിയിലൂടെ അല്ലേ ഈ വാഗ്ദത്തങ്ങൾ നിറവേറുന്നത്? ആ വാഗ്ദത്ത സന്ധിയെ കൊല്ലണമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വാഗ്ദത്തം നിറവേറുന്നത്? അപ്പോൾ ഞാൻ കേട്ടത് പിശാചിൻ്റെ ശബ്ദമാണ്. വിലയുള്ളതിനെ ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം അത് പിശാചിൻ്റെ ശബ്ദമാണ്. കാരണം എന്താ? വിലയുള്ളത് ദൈവം ചോദിക്കത്തില്ലല്ലോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, when you become a true believer, when I become a true believer, the Lord might demand something from you and me to prove that we love Him more than anything in our life. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അധികം നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഹല്ലേലൂയ പ്രൂവൺ ആവാൻ വേണ്ടി ഹല്ലേലൂയ ചിലപ്പോൾ അത് സംഭവിക്കാം. So when I say that I am in faith, I must make sure that I am a true worshipper of God. അതെൻ്റെ ജോലി സ്ഥലത്താകാം, എനിക്ക് തന്നതെല്ലാം ദൈവത്തിൻ്റെ സന്നിധി കൊടുക്കാൻ. കർത്താവെ, അങ്ങേ ആരാധിക്കുന്നതിനോ ഒന്നും എൻ്റെ ജീവിതത്തിൽ തടസ്സമല്ല. ആരാധിക്കുന്നു പറഞ്ഞാൽ അഗെയിൻ ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്, സഭയ്ക്കകത്ത് വന്ന് കൈയടിച്ച് പാടുന്നതല്ല ആരാധന. അത് ആരാധനയുടെ ഒരു ഭാഗം മാത്രമാണ്. സ്തുതിയാത്, പ്രൈസ് ആണത്. Worship is something entirely different. Worship means you are offering yourself to the Lord. That is what His worship means. If you don't offer, that worship is not complete. സ്തോത്രവും സ്തുതികളും ആരാ ദൈവത്തിന് പാടാത്തെ? അക്ഷരമറിയാത്ത കിളികൾ പാട്ട് പാടുമ്പോഴും അത് കർത്താവിനെ സ്തുതികളായിട്ട് പാടുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പ്രകൃതി മുഴുവനും കർത്താവിനെ സ്തുതിക്കുന്നതായിട്ട് 148 മുതലുള്ള സങ്കീർത്തനങ്ങൾ, 147, 148, 149, 150, ഈ 4 സങ്കീർത്തനങ്ങളൊന്ന് വായിച്ചാൽ ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ദൂതന്മാർ കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാധന എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഓഫറിംഗ് ദ ബെസ്റ്റ് ബിഫോർ ദി ലോർഡ്, ദാറ്റ് ഈസ് കോൾഡ് വർഷിപ്പ്. And there is no worship without a sacrifice. We need to remember that. Hallelujah. യാഗമില്ലാതെ, സമർപ്പണമില്ലാതെ, ത്യാഗമില്ലാതെ ആരാധനയില്ല. ആരാധന എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. Hallelujah. How do we know that? Whoever have worshipped the Lord, they all worship the Lord in an expensive way, in a costly way. Praise the Lord. Hallelujah. ദൈവത്തെ സേവിക്കുന്നത് കോസ്റ്റ്ലിയാണ്. Discipleship is costly. ലൂക്കോസിന് ശേഷം 14-ാം അധ്യായത്തിൽ താഴേക്ക് പഠിച്ചു വരുമ്പോൾ 25 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് താഴേക്ക് പറയുമ്പോൾ എന്നെക്കാളധികം നിൻ്റെ അപ്പനെയോ അമ്മയെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ നിൻ്റെ ഭാര്യയോ മക്കളെയോ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നു, നിനക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ നിനക്ക് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ടു ബിക്കം എ ഡിസൈപ്പിൾ മീൻസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഹല്ലേലൂയ. ലൂക്കോസ് 9:23, മർക്കോസ് 8:36, ലൂക്കോസ് 14:27, വീണ്ടും മത്തായിയുടെ സുവിശേഷം വരുമ്പോൾ 10:23. ഇതൊക്കെ പറയുന്ന വാക്യങ്ങൾ എന്താണെന്നറിയാമോ? If anyone wishes to follow me, he has to deny himself, carry his cross daily and follow me. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ, ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി.
Number one is that we must make sure that we are true worshippers. I am a true worshipper. That proves that I am in faith. ഞാൻ വിശ്വാസത്തിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നവന്. ഞാൻ ജോലി സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കും. കാരണം എന്താണെന്നറിയാമോ? ത്രൂ മൈ സ്പീച്ച് ഐ ആം ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി അറൗണ്ട് മീ. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായിരിക്കും. അതെൻ്റെ ദൈവത്തിനുള്ള ആരാധനയാണ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. മറ്റുള്ളവരിൽ ഒരു വ്യത്യാസം കാണും. അവർ ചോദിക്കും, വൈ ദിസ് മാൻ ഈസ് ഡിഫറെൻറ്റ്, വൈ ദിസ് വുമൻ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ കേൾക്കുന്നവർ പറയണം, ഹീസ് എ ക്രിസ്ത്യൻ ഓർ ഷീസ് എ ക്രിസ്ത്യൻ. അത് പറയാനിടയാകണം. അതാണ് വർഷിപ്പ്. ദാറ്റ് ഈസ് എ ഫോം ഓഫ് വർഷിപ്പ്. സബ്മിറ്റിംഗ് എവറിത്തിങ് ടു ദ ലോർഡ്. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഗെത്സമനെ തോട്ടത്തിലേക്ക് കർത്താവ് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് വന്നിട്ട് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. നോട്ട് മൈ വിൽ, ലെറ്റ് ദൈ വിൽ ബി ഡൺ. ദാറ്റ് ഈസ് കോൾഡ് വർഷിപ്പ്. ഹല്ലേലൂയ. എവിടെയൊക്കെ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് മുമ്പിൽ വരുമ്പോൾ ആ ഇഷ്ടങ്ങൾ ദൈവവചനത്തിന് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, ദൈവഹിതത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അത് മാറ്റി വെച്ചിട്ട് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് പറയുന്നതാണ് വർഷിപ്പ്. അബ്രഹാം അതാ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടം എൻ്റെ മോനെ വളർത്തണമെന്നാ, പക്ഷേ അങ്ങയുടെ ഇഷ്ടം അവനെ യാഗമായി തരണമെന്നാ. ഞാൻ തരികയാണ്. പക്ഷേ അബ്രഹാമിനൊരു കാര്യം ഉറപ്പാണ്, ഇവനെ ഞാൻ കഷ്ണമാക്കി മാറ്റിയാലും ഇവനിലൂടെ എനിക്കൊരു വാഗ്ദത്തമുള്ളത് കൊണ്ട് ഇതിനെ ചേർത്ത് പണിഞ്ഞു തരാൻ എൻ്റെ കർത്താവിന് കഴിയും. ഞാൻ മടങ്ങിപ്പോയാൽ ഈ ബാലനെയും കൊണ്ട് തന്നെ ഞാൻ മടങ്ങിപ്പോകും. അബ്രഹാം പറഞ്ഞത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ബാല്യക്കാരോട് പറഞ്ഞത്, ഞാനും ബാലനും പോയി ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. അതിൽ ഈ വാക്ക് പറയുമ്പോഴും അബ്രഹാമിനറിയാം, ഈ നിൽക്കുന്ന ബാലനെ ഞാൻ യാഗമാക്കാൻ പോകുകയല്ല, നുറുക്കി കത്തിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗാഡ്. സഹോദര സഹോദരി, ഹല്ലേലൂയ. ദാറ്റ് ഈസ്. പക്ഷെ കഷ്ണിക്കേണ്ടി വന്നോ? യാഗം കഴിക്കേണ്ടി വന്നോ? ഹല്ലേലൂയ. യാഗം കഴിക്കുന്നതിന് മുമ്പേ അബ്രഹാം വാൾ എടുത്തപ്പോൾ തന്നെ അബ്രഹാം കത്തി എടുത്ത് ഓങ്ങിയത് ഡ്രാമാറ്റിക് വേയിലൊന്നും അല്ല. ഇറ്റ് വാസ് നോട്ട് എ മൂവി, ഇറ്റ് വാസ് നോട്ട് എ ഡ്രാമ. ഇന്ന് നമ്മളത് അഭിനയിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അതിനെ ഒരു റിയാലിറ്റി ഷോ പോലെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ, we know very well we are not going to cut. നമ്മൾ ആക്ട് ചെയ്യുക. പക്ഷേ അബ്രഹാം വാസ് നോട്ട് ആക്ടിങ്, he was doing it. He never ever thought that God would say no. ഒരിക്കലും അബ്രഹാം കരുതിയില്ല ദൈവനോട് നോ പറയുമെന്ന്. ഒരു പക്ഷേ അബ്രഹാം ചിന്തിച്ചത് ഇതാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ യാഗം കഴിക്കും, പക്ഷേ ഇവനിലൂടെ എനിക്കൊരു വാഗ്ദത്തമുള്ളത് കൊണ്ട് ഇവനെ എനിക്ക് മടക്കി തരും. അവനുമായിട്ട് ഞാൻ മടങ്ങി സേറയുടെ അടുത്ത് പോകും. ആ വിശ്വാസത്തിൽ അവൻ ഇറങ്ങിത്തരും. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് നമ്മൾ വിളിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് അടുത്തത് 2 ആണ്. വെൻ ഐ സേ ദാറ്റ് ഐ എം എ ട്രൂ വർഷിപ്പർ, ഐ നോ ദാറ്റ്. വെൻ ഐ സേ ദാറ്റ് ഐ എം എ ട്രൂ വർഷിപ്പർ, ഐ മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ആം ദ പാർട്ട് ഓഫ് എ ട്രൂ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിൻ്റെ, ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായിരിക്കും ഞാൻ എപ്പോഴും. മൂന്നാമത്, I have a ministry and I have a mission. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ എന്ന് നിങ്ങൾ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ എന്നുള്ളതിൻ്റെ ഉത്തരം കൊടുക്കുവാനായിട്ട് കഴിയും. നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളടയ്ക്കാം. കേൾപ്പിച്ച വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം.